ഹിജ്റ പുതുവർഷത്തിൽ യുഎഇയിലെ ജനങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കും ആശംസകൾ നേർന്ന് യുഎഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും എല്ലാവരും സമാധാനത്തിനും ഐക്യത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ഇരുവരും ആശംസ അറിയിച്ചു. യുഎഇയിൽ 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്വദേശി പൗരന്മാർക്ക് പാസ്പോർട്ട് കാലാവധി 10 വർഷമാക്കി പ്രഖ്യാപിച്ച അധികൃതർ. നിലവിൽ പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് പുതിയ സംവിധാനത്തിനും ആവശ്യമായത്. സൗദിയിൽ മുതിർന്നവരുടെ സാക്ഷരതാ നിരക്കിൽ ഗണ്യമായ വർധനവ്. നിലവിലെ വിവിധ സാക്ഷരതാ, വിദ്യാഭ്യാസ, പഠന, ഔപചാരിക, പരിശീലന കളരികളിലൂടെ നിരക്ഷരതാ നിരക്ക് 3.7% കുറച്ചു. 60% നിന്നാണ് 3.7% കുറച്ചത്. അബുദാബിയിൽ ജനപെരുപ്പത്തിലെ കണക്കുകൾ പുറത്തുവിട്ട് അധികൃതർ. പുതിയ കണക്ക് പ്രകാരം അബുദാബിയിൽ താമസിക്കുന്നവരുടെ എണ്ണം 38 ലക്ഷത്തിനടുത്താണ്. 37.9 ലക്ഷം പേരാണ് ഇപ്പോൾ അബുദാബിയിലുള്ളത്. ജനസംഖ്യയിൽ കഴിഞ്ഞ വർഷം 83% വളർച്ചയുണ്ടായതായും സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കുന്നു. 2025 എക്സ്പോയ്ക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 150 രാജ്യങ്ങളും രാജ്യാന്തര സംഘടനകളും എക്സ്പോയുടെ ഭാഗമാകും. കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് പോലും 2020 എക്സ്പോയ്ക്ക് 24 മില്യൺ ജനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ദുബായ് മെട്രോ സിറ്റി വിപുലമാക്കുന്നതിലൂടെ താമസക്കാരുടെ സമയവും പണവും ലാഭിക്കാൻ കഴിയുമെന്ന് അധികൃതർ. 20 മിനിറ്റ് സിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് 84 കിലോമീറ്ററിൽ നിന്നും 140 കിലോമീറ്ററിലേക്ക് ഉയർത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഷിപ്പിംഗ് കമ്പനികളുടെ പേരിൽ വരുന്ന മെസ്സേജുകളിൽ വഞ്ചിതരാവരുതെന്ന് അജ്മാൻ പോലീസ്. അടുത്തിടെ ഷിപ്പിംഗ് കമ്പനികളുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ നിരവധി പേർക്ക് വന്നിരുന്നു. ഷിപ്മെന്റ് കുടുങ്ങിക്കിടക്കുന്നതായും മെസ്സേജിൽ നൽകിയ ലിങ്കിൽ കയറി വിവരങ്ങൾ നൽകാനുമാണ് നിർദ്ദേശം. ഈ ലിങ്കിൽ കയറിയ നിരവധി പേരാണ് കബളിപ്പിക്കപ്പെട്ടത്. മലപ്പുറം എടപ്പാളിൽ CITU നടത്തിയ ആക്രമണത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ജാമ്യത്തിൽ വിട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. CITU ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ പരിക്കേറ്റ ഫയാസ് ഷാജഹാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നടന്നത്.